കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാരെ ഒരു കാര്യം വല്ലാതെ അസ്വസ്ഥനാക്കി. വടക്കൻ കേരളത്തിൽ നിന്നും ക്യാൻസർ ചികിത്സ തേടി തിരുവനന്തപുരത്തേക്ക് വരുന്ന രോഗികളെക്കുറിച്ചായിരുന്നു അദ്ദേഹം ആലോചിച്ചത്. മാനസികമായി തളർന്നുപോയ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, കടുത്ത ശാരീരിക വേദനയിലും മണിക്കൂറുകളോളം നീണ്ട യാത്ര ചെയ്യുന്ന ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ നായനാർ വടക്കൻ കേരളത്തിൽ ഒരു ക്യാൻസർ സെന്റർ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. നായനാർക്ക് തോന്നിയ ഈ ചിന്തയിൽ നിന്നാണ് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മലബാറിൽ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. 2001 വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായി മലബാർ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് 2008 MCCയെ ആരോഗ്യവകുപ്പിന് കൈമാറി. ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാർക്ക് തോന്നിയ ഒരു ചിന്തയിൽ നിന്നാണ് ഇന്ന് ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസമായി മാറിയ മലബാർ ക്യാൻസർ സെന്റർ യാഥാർത്ഥ്യമായത്. ഇത്തരത്തിലുള്ള ചിന്തകളാണ് കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതുന്നത്. നിങ്ങൾക്കുമുണ്ടാകില്ലേ ഇത്തരം ആശയങ്ങൾ? അത് കേൾക്കാൻ സർക്കാർ പ്രതിനിധികൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം 2026 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ. ജനകീയ സർക്കാർ, ജനങ്ങളെ കേൾക്കാൻ, ജനങ്ങളിലേക്ക്.